ഇന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു മുതിരത്തോരനാണ് ട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് രാവിലെ ഞാനത് ഒരു 4 വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിക്കാൻ വേണ്ടി ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ട്ടോ ഇട്ടത്. അപ്പോൾ അതേ അടുപ്പത്ത് ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ദേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ അതേ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്നൊക്കെ ഒന്ന് മാറണ വരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് മുളകൊക്കെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഒരു നുള്ളും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച മുതിര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ മുതിര വേവിച്ച് വെച്ചപ്പോൾ ഉപ്പിട്ട കാരണം പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മസാലകളൊക്കെ മൂപ്പിച്ചെടുത്തിടല്ലോ ഉള്ളിയൊക്കെ, അപ്പോൾ ആ ടൈമിലായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ആദ്യത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റണ രീതിയിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കട്ട പരിവാവണ രീതിയിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ദേ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ മുതിരത്തോരൻ. മഴക്കാലത്തൊക്കെ കഴിക്കാൻ ബെസ്റ്റ് ഒരു സാധനമാണ് കേട്ടോ ഈ മുതിരത്തോരൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം നല്ല ചൂടും പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുക. അപ്പോൾ എല്ലാവരും ഈ തോരനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.